കല്ലൂസ് കരയുന്ന എല്ലാവർക്കും പുതിയ അങ്ങോട്ട് കരയുന്ന പെണ്ണിനെ കണ്ടോ, ചിരിക്കുന്ന പെണ്ണിനെ കണ്ട, കരയുന്ന പെണ്ണിനെ കണ്ട്, അയ്യേ കരയുന്ന പെണ്ണിനെ കണ്ട്, ചിരിക്കുന്ന പെണ്ണിനെ കണ്ടു, കരയുന്ന പെണ്ണിനെ കണ്ടു. എന്തുവാ അല്ലിന്റെ അപ്പാട്ടോ കേട്ടോ, എന്തിനാ കരയുന്നേ? അയ്യോ എന്റെ കണ്ണി കുത്തുന്നു. അയ്യോ കല്ലൊന്ന് ചിരിച്ചേ, ചിരിച്ച അങ്ങോട്ട് ചിരിച്ചു. എന്തി കല്ലിന്റെ എന്തി ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ തലയിലൊക്കെ എണ്ണ പുരട്ടി ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു ഇപ്പോഴേ കുളിക്കത്തില്ല, 2 മണിക്കൂർ കഴിഞ്ഞേ കുളിക്കത്തുള്ളൂ. കല്ലിപ്പെണ്ണ് പുറകെ നിന്ന് കരയുവാണ് കേട്ടോ. ഇവളുടെ കരച്ചിലെന്ന് പറഞ്ഞാൽ 1.5 കരച്ചിൽ, അങ്ങനെയൊന്നും കരയത്തില്ല. ചില സമയത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. അല്ലുവേ എന്താ പറഞ്ഞിട്ട് ഒരു രക്ഷയേ ഇല്ല പെണ്ണിന്, ചുമ്മാന്ന് കരയുക. കണ്ടോ കള്ളി 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 കരച്ചിൽ കണ്ടോ. അപ്പം കല്ലൂസും ഞാനും തമ്മിലുള്ള യുദ്ധം തീർന്നിട്ടൊന്നുമില്ല. പൊന്നൂസിൻ്റെ കളർ എടുത്ത് പോയി കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ പൊന്നൂസിൻ്റെ കയ്യിൽ നിന്ന് ഇനി എനിക്ക് കിട്ടും. അവൾ ഏകദേശം ഒരു ചാർട്ട് കീറിയത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ ഈ ജോലിയൊന്നുമില്ല. മോരുകറി വെച്ചു, രാവിലെ ഇടിയപ്പം കിഴങ്ങറിയായിരുന്നു, പിന്നെ കുഞ്ഞ് അതാണ് കൊണ്ടുപോയത് കേട്ടോ പൊന്നൂസ്. പിന്നെ മീൻ വറുത്തതുണ്ട്, അതായത് മഞ്ഞക്കോര എന്നൊക്കെ പറയും. ഒരു മഞ്ഞമീനല്ല, ചുമന്ന മീനാണ്. പക്ഷേ അതിനെ എന്താ മഞ്ഞക്കോര എന്നൊക്കെയാണ് വിളിക്കുന്നത്, എനിക്കറിയില്ല എന്താന്ന്. അപ്പം അതുണ്ട്. അപ്പം ഞാൻ വിരിച്ചിന് ചൂര കട്ട് ചെയ്തിരിപ്പുണ്ട്. അപ്പം നമുക്കതൊരു ചൂരക്കറി വയ്ക്കാം. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ചൂരക്കറി ഉണ്ടാക്കാം ഇന്ന് കേട്ടോ. മോരുകറി ഞാൻ വെച്ച് കഴിഞ്ഞു, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിന്നെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. മീൻകറി വയ്ക്കാനും എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ എൻ്റേതായ രീതിക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. പക്ഷേ ഞാൻ അതെങ്ങനെ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം സ്റ്റാൻഡില്ല. ഇപ്പം ഞാൻ അതെങ്കിൽ ഇതൊരു ഇന്നിൻ്റെ പുറത്താണ് ഈ ഫോൺ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ചൂരക്കറി വെക്കുന്നതിന് മുന്നേ നമുക്ക് മിക്സിയിലോട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുക്കാവേ. ഇടികാലുണ്ട്, പക്ഷെ അത്ര ചതയത്തില്ല. ഇതിലേക്കുള്ള കല്ലൂസ് പിന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ മിക്സി ഇപ്പം 3ാമത്തെ മിക്സിയാണ്. ഇപ്പം 2 വർഷമായതേ ഉള്ളത്. നമ്മുടെ വീഗാർഡിൻ്റെ മിക്സിയാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ, എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്തോന്ന് എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ മിക്സി അങ്ങോട്ട് എന്താ നമുക്ക് നല്ലതുപോലെ ജാറ് അരിഞ്ഞു കിട്ടത്തില്ല കേട്ടോ. കുറച്ച് ചെല്ലുമ്പോൾ എന്തോ കാര്യം അറിഞ്ഞൂടാ. എല്ലായിടത്തും ഇങ്ങനെയാണെന്നോ അധികം ലോഡൊന്നും കൊടുക്കുന്നുമില്ല.
എല്ലാവരോടും ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഞാൻ പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ, ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. പച്ചമുളക്, ഒരു സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നല്ല കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുടംപുളി, മല്ലിപ്പൊടി ഞാൻ ചേർക്കാറില്ല കേട്ടോ നമ്മുടെ മുളക് ചാറ് വെക്കുന്നതിന്. ഈ ചിൽച്ചിൽ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇവിടുത്തെ കുഞ്ഞശ്ശിയാണ്, നമ്മുടെ കൊല്ലുപ്പണ്ണ. ഞാൻ മുട്ടായി എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് ചിരിച്ചിരുന്നു ഇങ്ങനെ നടക്കുവാണ്. എൻ്റെ പുറേ ഇങ്ങനെ ചിരിച്ചിൽ നടക്കും. അപ്പം നമുക്ക് മീൻകറി വെച്ചാലോ? മീൻകറി വെക്കാം. എൻ്റെ ഇപ്പോഴത്തെ വിനോദം ഇതൊക്കെയാണ്. ഇവളെ കൂടി ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എങ്ങനെ സമയം പോകുന്ന എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ നല്ല പേടിയാണ് കേട്ടോ. എന്താ ചെയ്യുക അല്ലേ? ഇനിയിപ്പം ഒരു 6 മാസം കഴിയുമ്പം ഇവർ അംഗനവാടിയിലോട്ടൊക്കെ പോകും കേട്ടോ. അപ്പം പിന്നെ നമ്മൾ മാത്രമായി. അപ്പം ഞാൻ വിചാരിച്ച് നമുക്കൊരു വരുമാനമാർഗ്ഗമാകും. നമുക്കിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ. കാണുന്നവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർക്ക് കാണണ്ട, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് മീൻ കറി വയ്ക്കാം. ഓക്കെ. കുടംപുളി നോക്കിയപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് അധികം വന്ന വേസ്റ്റ് ഒക്കെ കേട്ടോ. അധികം വന്ന നല്ല തീർന്ന് കാലിയായിട്ട് അപ്പയ്ക്ക് അച്ഛൻ കിടക്കുന്നതാ. ഇതിപ്പോ കല്ലുപെണ്ണിന് വേണമെന്ന്. അപ്പൊ ഞാൻ എങ്ങനെ മീൻ കറി വെക്കുന്നേ? നീ വെക്കാന്നോ? നീ എങ്ങനെ വെക്കൂടിയാ? ഈ പെണ്ണിനെ കൊണ്ട് എന്തോ എടുത്താലും ഈ പെണ്ണിന് വേണം. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചിരിച്ചങ്ങ് മയക്കുവോ. അപ്പൊ നമുക്ക് മീൻകറി വെച്ചാലോ? നിങ്ങൾ വിചാരിക്കും കുറച്ച് നേരം കൊണ്ട് മീൻകറി വെക്കുമെന്ന് പറയുന്നതല്ലാതെ ഈ സംസാരം നടക്കുന്നുള്ളതെന്ന്. കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം അല്ലേ? എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റിക്ക് നല്ല വേദന കേട്ടോ. ഒരു മുഴ പോലെ ഈ കാലിൻ്റെ പാദത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വലുതായി വരുന്ന ഒരു ചെറിയ കുരു പോലെ വന്നിട്ട് ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടും കുറവില്ല. എനിക്ക് നല്ല അസ്വസ്ഥതയുണ്ട് ഇപ്പം. ഞാനിതൊക്കെ വെച്ചുകൊണ്ട് നടക്കണം കേട്ടോ. രാവിലെ എണ്ണിക്കുമ്പോഴൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള വേദനയാണ് കേട്ടോ. മോനാ ഈ പുളി കഴിക്കുന്നതല്ല, തിന്നല്ലേ. പുളി കട്ട് തിന്നും പുളി. അതൊക്കെ എങ്ങനെ പഠിച്ചെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഞാനൊരു ദിവസം തിന്നുന്ന കണ്ട പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായപ്പോൾ കഴിച്ചു തുടങ്ങിയതാണ്. കല്ലൂസേ. അപ്പം ഞാൻ ഈ പുളി കഴുകിക്കൊണ്ട് വരട്ടെ. അപ്പം നമുക്ക് ഇനി ബാക്കി പറ്റില്ല. കറിയിലിട്ട് തന്നെ പോകും കേട്ടോ. ഫസ്റ്റ് വൺ തല, പിന്നെ കുറച്ച് കഷ്ണങ്ങൾ. ചൂര, കേര എന്നൊക്കെ പറയും. എനിക്കറിഞ്ഞൂടാ കറക്റ്റ് പേര് പറയാൻ. സെക്കൻഡ് നമ്മൾ കാണിക്കുന്നത് എല്ലായിടത്തെയും പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി. കണ്ടോ, വെളുത്തുള്ളി ഒന്നും ചതഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല മിക്സിയുടെ കംപ്ലൈൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവാള, പച്ചമുളക്, ഇതൊക്കെ ചിലരിടത്തില്ല, ഞാനിടും കേട്ടോ. എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഇതൊക്കെ ഞാൻ വഴിയേ കാണിക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി കുറച്ച് നേരം മിക്കവാറും ചട്ടിയിൽ നിന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടും പുകയും പടലും ഒക്കെ വരാൻ തുടങ്ങിയിട്ടും കുറച്ച് നേരമായി കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ കടുക് അങ്ങോട്ടിടുമ്പം മാറിയിരിക്കണം. പൊട്ടിത്തെറിക്കാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. കാരണം നല്ലപോലെ ചൂട് തിറക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങോട്ടിടുക. എന്നിട്ട് അയ്യേ കല്ലൂസ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കളറുള്ള കൈയും കൊണ്ട് വന്ന് പിടിച്ചു കേട്ടോ. അല്ലുവേ അടിയാൻ തരും. എന്നിട്ട് നമ്മുടെ ഒറ്റക്കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടോ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടോ. സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ കണ്ടേ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതിയായിരുന്നല്ലേ, എല്ലാം കാണാൻ പറ്റുമായിരുന്നു. ആഹാ എന്ത് രസം. ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണം. പൈസ ഇല്ലെങ്കിലും ഉണ്ടായാലും ശരി ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണം. അപ്പം നമ്മുടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പറയുന്ന ആയുധം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് എടുക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പെണ്ണിനെ കണ്ട എന്തൊക്കെ പരിപാടിയായി കല്ലൂസ് കാണിക്കുന്നതെന്നറിയാമോ. ഏതാണ്ടിൻ്റെ ഒരു നട്ട് ഊരിക്കൊണ്ട് വന്നു കേട്ടോ അടപ്പിൻ്റെ. നിന്നെ ഞാൻ ഇന്ന് പൊട്ടിക്കും നോക്കിക്കോ. ഇതാണ്ട മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ വെക്കണം. ഭംഗിയില്ലേ, നല്ല രസം ഇങ്ങനെ വെച്ചപ്പോൾ. ഇതാ ഇത് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പല ആംഗിളിൽ വെക്കാമായിരുന്നല്ലേ. അപ്പോൾ ഇത് നല്ലതായിട്ട് മൂത്ത് വരട്ടെ. ഗ്യാസിൻ്റെ തീ ഇപ്പം കൂട്ടാം.
അയ്യോ അല്പം കൂട്ടാം, ഇപ്പം എന്നൊക്കെയാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ പെണ്ണെ പുറയിൽ നിന്ന് എന്തൊക്കെയാ നീ കാണിക്കുന്നേ? അപ്പം ഇതവിടെ കിടന്ന് മൂക്കട്ടെ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി അവിടെ കിടന്ന് ഇങ്ങനെ മൂക്കട്ടെ. സവാള പച്ചമുളക് ഇതെല്ലാം അവിടെ കിടന്ന് നല്ലതായിട്ട് മൂക്കട്ടെ. എൻ്റെ ഒരു രക്ഷയില്ല, പുറയുന്ന സൗണ്ട് കേൾക്കുന്ന കേട്ടില്ലേ? നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്തിന് സാധാരണ ഇതെല്ലാം ചെയ്യുന്നത്. ഉപ്പൊക്കെ വലിച്ചെടുക്കുന്നു. അതിൻ്റെ കൂടെ മഴയെ കുറ്റം പറഞ്ഞ് മഴ മാറിയപ്പോൾ ഒടുക്കത്തെ ചൂട്. ഇനി ഞാനൊരു ബീറ്റ്റൂട്ട് തോരനും കൂടെ വെക്കാൻ വേണ്ടാന്ന് വിചാരിച്ചതാ. പിന്നെയും വിചാരിച്ച് ഞാൻ എന്തായാലും രാവിലെ അത് റെഡിയാക്കി വെച്ചതാ. പിന്നെ അത് ആ ഫ്രഷ്നെസ്സോടെ അരിഞ്ഞങ്ങ് വെക്കാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുമാതിരി ഉണങ്ങിയ പോലെ എനിക്ക് ആവിയെടുത്ത് ചാകുന്നു. പണ്ടാരാവശ്യത്തിന് ഇത് മൂത്തും പറ്റില്ല. മുട്ടും പലതും കേട്ടോ, പുറന്ന് കേൾക്കുന്ന ഒച്ചകൾ കേട്ടോ. അത് ഇടയ്ക്ക് തീ കുറച്ച് വെച്ചായിരുന്നു, അപ്പോൾ ചൂട് കുറഞ്ഞു. എന്നിട്ട് ചട്ടി വല്ലതും വിട്ടിട്ട് വയ്ക്കുമെന്ന്. കാരണം ഞാൻ പാചകം പിടിച്ചത് അത്രയും ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചിട്ടാണ്. ആ സുന്ദരി വന്നു. എൻ്റെ കല്ലുമുളക് ഹായ് കൊടുത്തു. നമ്മുടെ പേരെന്തുവാ? എൻ്റെ മുടി കഴിച്ചിട്ടേ. ഇതൊക്കെ മൂത്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാമേ. ഇതാണ്ട് ഞാനപ്പം മുളക് പൊടി കഴുകിയെടുത്ത് കേട്ടോ, ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തു. ദൈവമേ ചട്ടി എവിടെ, ക്യാമറ ഏതാന്ന് കാണാൻ വയ്യ. ചുമയും തുടങ്ങി കണ്ടാ, ചുമയെന്ന് വന്നിട്ട്. അപ്പം നമ്മൾ നല്ലതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചും കൊടുക്കണം. കുരുത്തം കെട്ടവളേ, എൻ്റെ കുരുത്തം കെട്ടവളേ, എന്തൊക്കെയാന്ന് എടുക്കുന്ന മോടെ പേരെന്തോന്നു പറഞ്ഞേ? ആ അപ്പി വാടയോ? കള്ളത്തിനും പറയരുത്, ഉപ്പാ. മോൻ്റെ പേരെന്തുവാ? ആ ആ അക്ഷന. മോടെ പേരെന്തുവാ? നിക്കമ്മേ. ആ ശരി. ആ പേര് പറ, ഇനി പേര് പറ. ആ പേര് പറ. അല്ലുകുട്ടിയുടെ പേരെന്തുവാ? അത് തുറക്കണ്ട, കായപ്പൊടി അങ്ങ് വെക്ക്. ഉപ്പൊന്നും അല്ല, അത് കായപ്പൊടി. ഏത് ഭാഷയാടേ? അപ്പം നമുക്കുള്ള കുടംപുളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാണ് നല്ലതായിട്ട് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അരപ്പ് തിളച്ച് വരാൻ കുറച്ച് താമസം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കുടംപുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി മൂപ്പിച്ച്, സവാള, പച്ചമുളക്, കുടംപുളി, സ്വല്പം വിനാഗിരിയും ചേർത്താണ് ഞാൻ ഈ അരപ്പ് തിളപ്പിക്കാൻ വെക്കുന്നത്. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ചൂര മീനോ ഏത് മീനാണോ ഉപയോഗിക്കുന്നത് അതെടുത്തിടുക. ഞാനിങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് വറ്റി വരുമ്പോൾ സ്വാദോടെ കഴിക്കാം. കണ്ണൊക്കെ ഉണ്ടോ മീന്? ചൂരയെന്നാണ് പറയുന്നത്. ഇത് കേരയാണോ ചൂരയാണോ എന്ന് കൺഫ്യൂഷൻ. ഇതാണ് എൻ്റെ സ്റ്റാൻഡ് കണ്ടോ, ഒരു ടിന്നിൻ്റെ വെളിയിൽ. ആ സമയം കൊണ്ട് നമുക്ക് ബീറ്റ്റൂട്ട് അരിയാം. കാരണം ഞാൻ തേങ്ങ ചിരകി രാവിലെ വെച്ചിട്ടുണ്ട് സംഭവം ഉണ്ടാക്കാനായിട്ട്. കല്ലുമുളകൊന്നും മിണ്ടാതിരിക്കും. കല്ലുമുളക് ചപ്പാത്തി ഒന്നും അല്ല, ഇത് പപ്പടവാ.
ഇപ്പം നല്ലതായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് മീനിൻ്റെ തല, ചൂര കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 2 നാളെ പൊന്നൂസിന് ചോറിൻ്റെ കൂടെ കൊടുക്കാം, മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ ഇപ്പം ഈ കടലിൻ്റെ കപ്പ് എൻ്റെ കയ്യിലുണ്ടമ്മ. ഞാൻ ഈ വെള്ളം മുക്കാനൊരു കപ്പ് എടുത്തായിരുന്നു, അതിൻ്റെ എന്നാ ചോദിക്കുന്നത്. തരാം. അപ്പം നമുക്കിത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തുവാ കല്ലുമുത്തേ? ഇത് കണ്ട കാണിക്കുന്നത്. ചൂടുവെള്ളം അതിൽ നിറച്ച് വെച്ചേക്കോ. ഞാൻ മുക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമ്മതിക്കത്തില്ല. മതി. നല്ല നന്ദി കരിഞ്ഞ അടച്ചു വെക്ക്. അടച്ചു വെക്ക്, അടി വേണോ? ഇത് കണ്ടോ, കൊച്ചിൻ്റെ പെയിൻ്റ് എല്ലാം എടുത്ത് കളഞ്ഞു. ഞാൻ ഒരെണ്ണം എടുത്ത് കൊടുത്തതാ, കാണിച്ചു വെച്ചേക്കുന്നുണ്ടോ ഇതിനകം? അയ്യോ, ഇന്ന് കല്ലൂസ് ഐഡൻറ്റി കാർഡ് ഇടാതാ പോയിരിക്കുന്നത്. കലണ്ടർ കണ്ടോ കുത്തിയരിച്ചു. അങ്ങോട്ട് കഷ്ടപ്പാട് തുടങ്ങി കേട്ടോ. പിന്നെ ബീട്രൂട്ട് കുത്തി എരിയാൻ തുടങ്ങി. ബീട്രൂട്ടും തേങ്ങയും ചുമന്നുള്ളി ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. പിന്നെ കുഞ്ഞ് സവാള ഉണ്ടായിരുന്നു, അതും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കറിവേപ്പിലയും കൂടെ നല്ലതായിട്ട് ഞെരടി കടുവറുത്ത് വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനിടയ്ക്ക് അവിടെ ഭയങ്കര കരച്ചിലും ബഹളം. ഞാനതൊന്നും മൈൻഡ് ചെയ്ത് നിന്ന് അരിയുകയാണ് കേട്ടോ. അതാണ് ഞാൻ പിന്നെ വോയിസ് കൊടുത്തത്. ഭയങ്കര കല്ലൂസിൻ്റെ അലറി കരച്ചിലാണ് ഇവിടെ കേൾക്കുന്നത്. എൻ്റെ സംസാരമൊന്നും അതിൽ കേൾക്കാനേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആകെ അലങ്കോലമായി പോയി. കാരണം അത്രയും നേരം ഇടയ്ക്കിടയ്ക്ക് കരയുമെങ്കിൽ ശാന്തമായിട്ട് നിന്നാൾ വലിയ കരയാൻ തുടങ്ങി കേട്ടോ. കല്ലൂസ് കരയുന്നതിനനുസരിച്ച് എൻ്റെ അരിയലിൻ്റെ വേഗതയും കൂടിക്കൊണ്ടിരുന്നു. എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട കേട്ടോ. രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുന്നതാണ്. എന്നിട്ട് എനിക്ക് പകലൊന്നും ഉറങ്ങാൻ പറ്റുമോ? അതുമില്ല. എനിക്കാണെങ്കിൽ ഉറക്കം വന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഇനി ആ എണ്ണ തേച്ച് തലയിലെല്ലാം കൂടെ വെച്ചേക്കുന്നതുകൊണ്ട് കുളിക്കാതെ എങ്ങും കിടക്കാനും പറ്റത്തില്ല. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഈ തലയിൽ എണ്ണ തേച്ച് ഒത്തിരി നേരം ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ഷീണമാണ്. ഇതിനിടയ്ക്ക് ഇവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് കുളിക്കാൻ പോകാൻ പറ്റത്തില്ല കേട്ടോ. കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾ പലവരെ ഇത് കാണിക്കും. അത് മുതലേ ടൈലായതുകൊണ്ട് എനിക്ക് പേടിയാണ്. സോപ്പുമ്പതേ എങ്ങനെ ഇവിടെ തെന്നി എൻ്റെ പുറകെ വീഴുമെന്ന്. അതുകൊണ്ട് ഇവളെയും കൊണ്ട് കുളിക്കാൻ പാഞ്ഞ് നടക്കത്തില്ല. ഇവളൊന്ന് പതിവിൽ നേരത്തെ അങ്ങ് എഴുന്നേറ്റ് കേട്ടോ. ഉറങ്ങുന്നുമില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ. തന്നെ ഞാനാണെങ്കിൽ നമ്മുടെ തോരൻ വയ്ക്കാനുള്ളത് എല്ലാം റെഡിയാക്കി വെച്ച് പാത്രമെല്ലാം കഴുകാൻ കിടക്കുന്നു. അതെല്ലാം വൃത്തിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബാക്കി വന്ന ചൂരക്കഷ്ണത്തിലെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 7-8 കഷ്ണം കാണും. കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല മണം പിടിച്ചിരിക്കട്ടെ എന്ന് കരുതി രാവിലെ പൊന്നൂസിന് നാളെ ചോറ് കൊണ്ടുപോകാൻ എടുക്കാമല്ലോ എന്ന് കരുതി. കണ്ട് ഇവിടെ എല്ലാം വൃത്തികേടായി കിടക്കുകയാണ്. കുറച്ച് മാത്രം നല്ല കഴുകി മാറ്റി വെച്ച് അതിനകത്തൂടെ തെറിച്ച് എൻ്റെ അരിയലിൻ്റെ ഇതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിരുന്ന് പപ്പടം എടുത്ത് വെച്ച് കാച്ചി. ആ പപ്പടം കാച്ച നല്ല എണ്ണ വെച്ച് കുറച്ച് സമയം കൊണ്ട് ആദ്യത്തെ പപ്പടം ഇച്ചിരി മൂത്തുപോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ ഈ തോരൻ എടുത്തിടാമെന്ന് കരുതി കേട്ടോ. എന്തായാലും കുറച്ച് പേരോടെ കരയട്ടെ എന്ന് കരുതി ഞാൻ താഴെ എൻ്റെ തൊട്ടപ്പുറത്ത്. പിന്നെ എനിക്ക് പേടിയുണ്ട് എന്നെ പുറകോട്ട് വലിച്ച ഈ ചീനിച്ചട്ടി കാണുമ്പോൾ അതിനോട് ദേഹത്ത് വീഴുമോ എന്നൊക്കെ. പിന്നെ അവസാനം ഞാൻ എന്തായാലും ഒരു വിധത്തിൽ ഒപ്പിച്ച് പപ്പടവും കാച്ചി വെച്ചിട്ട് നമ്മുടെ തോരൻ്റെ ഇത് ചട്ടി കടുക് വറുത്ത് ആ ചട്ടി തന്നെ പപ്പടം കാച്ചിനകത്ത് തന്നെ ഇട്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ മീൻകറി ഏകദേശം സെറ്റായി കേട്ടോ. തിളച്ച് നല്ല മണമൊക്കെ വന്നു തുടങ്ങി. അതും കഴിഞ്ഞിട്ട് എനിക്കൊരു മനസ്സമാധാനം. അതൊരു പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മുടെ ചപ്പുചവറ് മാത്രം ഒരു ഇതിലോട്ട് മാറ്റി സിങ്കും എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം അടച്ചും വെച്ചു കേട്ടോ. പിന്നെ ആ തോരൻ്റെ പാത്രം മാത്രം എടുക്കൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോരുകറിയും തലക്കറിയും എല്ലാം കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. ബാക്കി വീഡിയോ എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പം ബൈ.